2019 WHO ചീഫ് സയന്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? സൗമ്യ സ്വാമിനാഥൻ. ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എപ്രകാരമാണ്? 5+3+3+4. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം? ചെങ്കോട്ട. 2024 ഒളിമ്പിക്സ് വേദി? പാരീസ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്ന പദ്ധതിയാണ് മൃതസഞ്ജീവനി. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ ഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 21. ഭരണതലത്തിലും ഉദ്യോഗസ്ഥലത്തിലും രാഷ്ട്രീയത്തിലും അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ള ലോകായുക്ത. നിലവിലെ സംസ്ഥാന ലോകായുക്ത ആരാണ്? സിറിയൻ ജോസഫ്. 2019 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ? ഇംഗ്ലണ്ട്. ശരിയായ പ്രസ്ഥാനം തിരഞ്ഞെടുക്കുക. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. ശരിയാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. ശരിയാണ്. അംഗരാജ്യങ്ങൾക്കു നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. ശരിയാണ്. ഇതെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2022 രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭാഗം അറിയപ്പെടുന്നത് സിവാലിക്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉത്പാദിപ്പിക്കാനുള്ള പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? വിഴിഞ്ഞം. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? നാഗ്പൂർ. പശ്ചിമഘട്ടത്തിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി? കാവേരി. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന? പുതിയ എക്കൽ നിക്ഷേപങ്ങളെ കാതർ എന്ന് വിളിക്കുന്നു. അറിയപ്പെടുന്നു. ശരിയാണ്. കറുത്ത മണ്ണിനെ റിഗർ എന്നും വിളിക്കുന്നു. ശരിയാണ്. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കുറവാണ്. അത് തെറ്റായ ഓപ്ഷനാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. തെറ്റാണ്. 1, 2 ആണ് ആൻസർ. ഓപ്ഷൻ എ. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈ. 3 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ? ഇന്ദിരാഗാന്ധി കനാൽ. പരുത്തിത്തുണി വ്യവസായത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഗുജറാത്ത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി? 42. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബഹിരാകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിന് എത്ര കാലുകളുണ്ട്? 24. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അരുൺകുമാർ മിശ്ര. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി? പിംഗലി വെങ്കയ്യ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? സ്വത്തവകാശം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. നിങ്ങൾ എനിക്ക് രക്തം തരുമോ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇത് ആരുടെ പ്രഖ്യാപനമാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഒപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്ത്? 1930 ഏപ്രിൽ 6. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതാരെ? അരുണ ആസഫലി. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡിലെ. താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത്? ഡോക്ടർ BR അംബേദ്കർ. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻവാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുകൂടിയത്? റൗലറ്റ് നിയമം. വിധിയുടെ ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമാണ്? ജവഹർലാൽ നെഹ്റു.
ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഓർ ഡയറിനെ വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ഉദ്ധം സിംഗ്. യക്ഷിഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദി ഏതാണ്? പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ മേതൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? തീരപ്രദേശം. കൊടുങ്ങരപ്പള്ളമ്പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി OM നമ്പ്യാർ. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോട്ടയിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികൾ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ കുമാരഗുരുദേവ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാതിക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വീട്ടി ഭട്ടതിരിപ്പാട്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് O ഗ്രൂപ്പ്. വൈറൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്? ടൈഫോയിഡ്. മനുഷ്യശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട്? 24. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം D. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. വാസസ്ഥലത്തിന് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? എപ്പിഫൈറ്റുകൾ. ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഉരുളൻകിഴങ്ങ്. പയർ വർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഹരിതം. ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനത്തിൽ നിന്നാണ് വികസിപ്പിച്ചത്? ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ. ഇതിൽ നിന്നാണ് ചന്ദ്രശങ്കര എന്ന തെങ്ങ് വികസിപ്പിച്ചത്. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? 2, 4 ആണ് ഐസോടോപ്പുകൾ തന്നിരിക്കുന്ന ജോഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലുമിനിയം. മൂലകങ്ങൾ അവയുടെ ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ മോസ്ലി. ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 3. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏത്? ഓപ്ഷൻ ബി. ഊർജത്തിന്റെ ഡൈമെൻഷണൽ സമവാക്യം ഏതാണ്? ഓപ്ഷൻ ബി. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര? 212 ഡിഗ്രി ഫാരൻഹീറ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള തിരഞ്ഞെടുക്കുക. ജലം. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലം. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും നടുവിൽ.